ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോഹന്നാൻ സുവിശേഷം 19 അധ്യായം 30 വാക്യം. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷവും നിവർത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഈ വചനത്തെ ആസ്പദമാക്കിയാണ് അല്പസമയം നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പാഠപുസ്തകത്തിലെ 2 വരി ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നു. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ, ഞാനിന്നു മോദമായി, എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനെ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ആദാമ്യ പാപത്തിലൂടെ മരണത്തിനും നിത്യമായ ശിക്ഷാവിധിക്കും വിധേയരായിത്തീർന്ന മാനവരാശിയെ വീണ്ടെടുക്കുവാൻ പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ ഏൽപ്പിച്ച പ്രവൃത്തിയാണ് ക്രൂശിൽ നിവൃത്തിയായത്. പാപികളെ രക്ഷിക്കുവാനുള്ള വഴി ഒരുക്കി എന്നതാണ് ആ പൂർത്തീകരണത്തിൻ്റെ അർത്ഥം. 12-ാമത്തെ വയസ്സിൽ യെരുശലേം ദേവാലയത്തിൽ വെച്ച് തൻ്റെ നയം പ്രഖ്യാപിച്ച യേശു കർത്താവ് ക്രൂശ് മരണം വരെയുള്ള തൻ്റെ അധ്വാനങ്ങളും വീണ്ടെടുപ്പും ഈ പൂർത്തീകരണത്തിൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു തൻ്റെ ആത്മീകമായ അധ്വാനത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു. അതിൻ്റെ 34-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായത്തിൽ കാണുന്ന നിവൃത്തിയായി എന്ന് പറയുന്ന ഈ വാക്യവും അതേ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ പറയുന്ന ഈ വാക്യവും തമ്മിൽ വളരെ ബന്ധമുണ്ട്. ശമര്യക്കാരത്തി സ്ത്രീയുമായിട്ടുള്ള യേശുക്രിസ്തുവിൻ്റെ സംഭാഷണത്തിൽ ആരാധനയെക്കുറിച്ചുള്ള ഒരു സംശയം ശമര്യക്കാരത്തി സ്ത്രീ യേശുവോട് ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് യേശു കർത്താവ് വളരെ വ്യത്യസ്തമായ നിലയിലുള്ള ഒരു മറുപടി അവിടെ നൽകുകയാണ്. പിതാവിനെ ആരാധിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്നുള്ള ശ്രേഷ്ഠകരമായ ഒരു സന്ദേശം അവിടെ നൽകുമ്പോൾ ആരാധനയുടെ അർത്ഥം അവൾ മനസ്സിലാക്കുന്നത് അന്ധകാരത്തിലിരുന്ന ജനങ്ങളോട് സുവിശേഷം അറിയിച്ച് ആ ആത്മാക്കളെ നേടുമ്പോഴാണ് ദൈവത്തോടുള്ള തൻ്റെ ആരാധനയുടെ പൂർത്തീകരണമെന്ന് അവൾ മനസ്സിലാക്കിയപ്പോൾ ആ കുടം അവിടെ വെച്ച്, പാത്രം അവിടെ വെച്ചിട്ട് അന്ധകാരത്തിൽ കിടന്ന ഒരു ജനത്തെ ആത്മീയമായി രക്ഷിക്കുവാൻ, നേടുവാനായി അവൾ ആ ഗ്രാമത്തിലേക്ക് ഓടുകയാണ്. അവിടെ പറയുന്നത്, അവൾ പറഞ്ഞ വാക്കുകൾ നിമിത്തം ആ ഗ്രാമത്തിലെ ജനങ്ങൾ യേശുവിൽ വിശ്വസിച്ചു എന്നാണ് പറയുന്നത്. അവിടെ ആ ശമര്യക്കാരത്തി സ്ത്രീയെ ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷത്തിനായി യേശുക്രിസ്തു ഒരുക്കിയെടുക്കുന്നതിൻ്റെ ഒരു അധ്വാനം ആ 4-ാം അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു. ഈ സമയത്ത് ശിഷ്യന്മാർ വന്നപ്പോൾ ചോദിച്ച താൽക്കാലികമായ ഭൗതികമായ ആഹാരത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ യേശു നൽകിയ മറുപടിയാണ്: എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. പ്രിയ ദൈവമക്കളെ, ഈ സ്നേഹത്തിൻ്റെ മൊഴി നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? അനേകം ആത്മാക്കളെ രക്ഷയിലേക്ക് ആനയിക്കുവാനുള്ള ആഹ്വാനം നമ്മിലൂടെ നിവൃത്തിയാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തോടുള്ള നമ്മുടെ ആരാധന ആത്യന്തികമായി പൂർത്തിയാകുന്നത് ഈ ദൗത്യം പൂർത്തീകരിക്കുന്നതിലൂടെയാണ്. നമ്മുടെ ജീവിതത്തിൽ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സദ്ഗുണങ്ങളെ പ്രഘോഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. ആ പ്രഘോഷീകരണ വേളയിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീക ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് പൂർത്തീകരിക്കുവാൻ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. കലപ്പയ്ക്ക് കൈവച്ചിട്ട് പിന്നോട്ട് തിരിഞ്ഞു നോക്കുന്നവരാരും
ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരല്ല. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഒരു പക്ഷേ ചെറിയ കാലയളവിനുള്ളിലായിരിക്കാം. ഒരു സംഘടനയുടെ ഉത്തരവാദിത്തമായിരിക്കാം, ഒരു സഭയുടെ നേതൃത്വമായിരിക്കാം, ഒരു പക്ഷേ ഭൗതികമായി നമ്മൾ നോക്കുമ്പോൾ കുടുംബജീവിതങ്ങളായിരിക്കാം, സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തങ്ങളായിരിക്കാം. ഏത് മേഖലകളിൽ നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം നമുക്ക് നൽകുന്ന സാമൂഹികമായും ആത്മീയവുമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അതിനെ പൂർത്തീകരിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മോട് ആലോചന പറയുന്നു. പലപ്പോഴും മനുഷ്യനെ പിശാച് തോൽപ്പിച്ച് കളയുന്നത് അവൻ്റെ പിന്മാറ്റ അവസ്ഥയിലൂടെയാണ്. ഏത് ഉത്തരവാദിത്തങ്ങൾ മനുഷ്യൻ കാൽവെക്കുമോ അതിൽ നിന്നും അവനെ പിന്നോട്ട് വലിക്കുവാൻ എപ്പോഴും പിശാചിൻ്റെ തിന്മശക്തികൾ അതിൻ്റെ പിന്നാലെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. പക്ഷേ അത് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് കൂടുതൽ ശക്തിയോടുകൂടെ നമുക്ക് ദൈവരാജ്യ പ്രഘോഷണത്തിലായിരിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ആകയാൽ നിങ്ങൾ കുലുങ്ങാത്തവരും കർത്താവിൽ നിങ്ങളുടെ വേല വ്യർത്ഥമല്ല എന്ന് എണ്ണിക്കൊണ്ട് അനുദിനം കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ച് വരുന്നവരായി തീരുവിൻ. അതുകൊണ്ട് നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്. നമുക്ക് നൽകിയിരിക്കുന്ന ഈ ലോക ജീവിതത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിനെ അല്പത്തിൽ വിശ്വസ്തനായിരുന്നവനെ ഞാൻ അധികത്തിൽ വിചാരകനാക്കുമെന്ന് പറയുന്ന യേശു ക്രിസ്തുവിൻ്റെ വാഗ്ദത്തങ്ങളിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ മാത്രമാണ് നമുക്കിതിനെ പൂർത്തീകരിക്കുവാനുള്ള ഒരു ശക്തി ഉണ്ടാകുന്നത്. യേശു കർത്താവിൻ്റെ ക്രൂസിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് നമുക്കറിയാമല്ലോ. യെരുശലേം ദേവാലയത്തിൽ തൻ്റെ 12-ാമത്തെ വയസ്സിലാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തൻ്റെ നയം പ്രഖ്യാപിക്കുന്നതിലൂടെ ലോകം മുഴുവനും യേശുവിൻ്റെ ചുറ്റും കൂടിയിരുന്ന പണ്ഡിതന്മാരും പരീശന്മാരും പ്രമാണികളുമെല്ലാം യേശു ക്രിസ്തുവിൻ്റെ ഈ അപാരമായ ജ്ഞാനത്തിൽ വിസ്മയിച്ചു പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ലോകത്തോടുള്ള തൻ്റെ നയം പ്രഖ്യാപിച്ചപ്പോഴാണ് യേശുവിനെ ചുറ്റുപാടും ശ്രദ്ധിക്കുവാൻ തുടങ്ങിയത്. യഥാർത്ഥത്തിൽ ക്രൂസിലേക്കുള്ള യേശു ക്രിസ്തുവിൻ്റെ വഴി ആരംഭിക്കുന്നത് ആ നയപ്രഖ്യാപനത്തിലൂടെയാണ്. നമ്മുടെ ക്രൂസിലേക്കുള്ള നമ്മുടെ ജീവിതയാത്ര നമ്മൾ ആരംഭിക്കേണ്ടത് നമ്മുടെ നയപ്രഖ്യാപനത്തിലൂടെയാണ് ആയിരിക്കണം. എവിടെയാണ്, ആർക്ക് വേണ്ടി നാം നിലനിൽക്കുന്നു? ക്രിസ്തുവിന് വേണ്ടിയിട്ടാണോ അതോ തിന്മശക്തികൾക്ക് വേണ്ടിയിട്ടാണോ? യേശുവിന് വേണ്ടി നാം നിലനിൽക്കുമ്പോൾ സത്യത്തിനും നീതിക്കും ന്യായത്തിനും വേണ്ടി നാം സംസാരിക്കേണ്ടവരായിട്ട് മാറുകയാണ്. അങ്ങനെയുള്ള തീരുമാനങ്ങളിലേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മുടെ ക്രൂസിലൂടെയുള്ള യാത്ര ആരംഭിക്കുകയാണ്. എന്തിനാണ് ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ദൈവത്തെ അറിയുന്ന ഒരു പൈതൽ ക്രൂസിലേക്കുള്ള യാത്ര ആരംഭിക്കണമെന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ അതിന് വേദപുസ്തകം മറുപടി നൽകുന്നത്, ക്രൂസിലൂടെ മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല. ഒരു ക്രൂശീകരണത്തിലൂടെ ഒരു മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല. അതിനുദാഹരണമാണ് യേശു കർത്താവ്. എന്തുകൊണ്ടെന്നാൽ ക്രൂശ് മരണത്തിലൂടെ യേശു ക്രിസ്തു വരിച്ചത് ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. അതുകൊണ്ട് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഒരു ക്രൂശീകരണം ഉണ്ടാകും. ഇത് പല ഘട്ടങ്ങളിലായിരിക്കാം. പക്ഷേ ആ ക്രൂശീകരണം നമുക്ക് നൽകുന്ന സമ്മാനം എന്ത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിൽ നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ള ഒരു വാഗ്ദത്തമാണ്. നമ്മുടെ ദൈവമക്കളെ, ഈ ഭൂമിയിൽ ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അത്യന്താപേക്ഷിതമാണ്. ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആരംഭമെന്ന് പറയുന്നത് നമ്മുടെ നയം വ്യക്തമാക്കുന്നതിലൂടെയാണ്. ആ നയം വ്യക്തമാക്കുന്നതിലൂടെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാം പൂർത്തീകരിച്ചു എന്ന് പറയുന്നത് അവൻ്റെ ആത്മീയ ഭൗതിക ജീവിതങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. അതിനെ വിജയകരമായി പൂർത്തിയാക്കുമ്പോൾ നമുക്ക് തേജസ്സിൻ്റെ വാടാത്ത കിരീടം ചൂടുവാൻ സാധിക്കും. വേദപുസ്തകം നൽകുന്ന ശ്രേഷ്ഠകരമായ വാഗ്ദത്തങ്ങൾ അതാണ്: നല്ല പോർ പൊരുതുക, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഈ 3 കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നാം ദൈവത്തിൽ നിന്ന് വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാനായി പോകുന്നത്.
നല്ല പൊരുതുക എന്നുള്ളതിനെ പറ്റി എഫേസ്യർ 6 അധ്യായം അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. നമ്മുടെ പോരാട്ടം തിന്മശക്തികളോടത്രേ. ആയുധമില്ലാതെ നമ്മൾ പോരാടാൻ പാടില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന ആയുധം എന്ന് പറയുന്നത് സത്യം അരയ്ക്ക് കെട്ടുക, നീതി എന്ന കവചം ധരിക്കുക, സമാധാന സുവിശേഷം കാലിന് ചെരുപ്പാക്കുക, വിശ്വാസം എന്ന പരിച ധരിക്കുക, രക്ഷ എന്ന ശിരസ്ത്രം ധരിക്കുക, വചനമെന്ന ആത്മാവിൻ്റെ വാൾ ധരിക്കുക. ഞാൻ നിങ്ങളെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് പോരാട്ടം അത്യന്താപേക്ഷിതമാണ്. യേശു അതിന് ശക്തമായ ഒരു മാതൃക നൽകി. സത്യം അരയ്ക്ക് കെട്ടിക്കൊണ്ടായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾ. എന്താണ് സത്യം? യേശു എന്താണോ പറഞ്ഞത് അത് തന്നെ പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് സത്യം. എന്താണോ പറയുന്നത് അത് തന്നെ യേശു കർത്താവ് പ്രവർത്തിച്ചു. ശത്രുക്കളെ സ്നേഹിക്കുവാൻ യേശു കർത്താവ് പഠിപ്പിച്ചു, ഉപദേശിച്ചു. അത് ക്രൂശിൽ വെച്ച് അത് നിറവേറി എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. തിന്മശക്തികൾ, അതായത് 40 രാവും 40 പകലും ഉപവസിച്ച് പ്രാർത്ഥിച്ച് തൻ്റെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരുങ്ങിയപ്പോൾ തിന്മയാകുന്ന പിശാച് അതിനെ പ്രവർത്തനങ്ങളെ തടുക്കുവാനായി പലവിധമായ പരീക്ഷണങ്ങളുമായി എടുത്തു വന്നപ്പോൾ വചനമെന്ന വാൾ കൊണ്ട് യേശു കർത്താവ് അതിനെ നേരിടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നല്ല പോർ പൊരുതുക എന്ന് പറയുന്നത് മനുഷ്യൻ ഈ ലോകത്തിലായിരിക്കുമ്പോൾ അവൻ ആന്തരികമായിട്ടുള്ള ആയുധവർഗങ്ങളെ ധരിച്ചുകൊണ്ട് ഈ പോരാട്ടങ്ങളിൽ ഉൾപ്പെടണം. വിശ്വാസം അന്ത്യം വരെയും കാക്കണം. അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് നമുക്ക് ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കുന്നത്. യെരുശലേം ദേവാലയത്തിൽ യേശു കർത്താവ് കടന്നു വന്നിട്ട് അനീതിക്കെതിരെ ശക്തമായി പോരാടി നീതി എന്ന കവചം ധരിച്ചുകൊണ്ട് യേശുവിന് പോരാടുവാനായിട്ട് സാധിച്ചു. ഈ പോരാട്ടങ്ങളുടെ പ്രതിഫലമാണ് ദൈവം യേശു കർത്താവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചത്. അതുകൊണ്ട് ഈ ടോപ്പിക്കിലേക്ക് നാം മടങ്ങി വരുമ്പോൾ യേശു കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് നിവൃത്തിയായി എന്ന് പറയുന്നത് പാപികളായ മനുഷ്യരെ ദേഹം, ദേഹി, ആത്മാവ് എന്നീ നിലകളിൽ ക്രൂശിൽ വെച്ച് വീണ്ടെടുത്തതിൻ്റെ ആ ചുരുക്കമാണ്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, നിവൃത്തിയായി. ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളിലും നാം ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്നും നാം മാറ്റപ്പെടുന്നതിന് മുമ്പായി നിവൃത്തിയായി എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. അതിനുദാഹരണമാണ് യേശു കർത്താവ്. യേശു കർത്താവ് നമ്മെ ക്രൂശിൽ വെച്ച് വീണ്ടെടുത്തു. ആ പൂർത്തീകരണത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.